ഹായ് ഓൾ, ഇന്ന് നമ്മൾ ബഹ്റൈൻ യൂട്യൂബേഴ്സിൻ്റെ ഇഫ്താർ സംഘമാണ്. ഒരു നോമ്പുതുറ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആൻഡ്ലസ് ഗാർഡനിൽ വെച്ചിട്ടാണ് നടത്തുന്നത് കേട്ടോ. അപ്പോൾ ഈവനിങ് ഒരു 5 o'clock ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ 3-4 പേര് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ഇരിക്കാനൊക്കെ നമുക്ക് അങ്ങനെ സീറ്റും കാര്യങ്ങളൊന്നും എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ നമുക്ക് താഴെ ഇരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇരിക്കാനുള്ളതൊക്കെ വിരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു നമ്മൾ. അപ്പോൾ നിസാർ, അതുപോലെ തന്നെ ദീപ്തി, പിന്നെ അജിത്ത്, പിന്നെ അനുബ്രോ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് പേര് എത്തിയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് നോമ്പ് തുറയുടെ ടൈം ആകുമ്പോഴേക്കും എല്ലാവരും എത്തുമായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഷീറ്റും കാര്യങ്ങളൊക്കെ അവിടെ വിരിക്കുകയും എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്യുകയും അതൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല കാറ്റുള്ളതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ നിന്ന് വിരിക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് പറക്കായിരുന്നു. പിന്നെ എല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചു. പിന്നെ ഓരോരുത്തരായി വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ എല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങുന്നുണ്ടായിരുന്നു. നമ്മുടെ ടൈം ആകുമ്പോഴേക്കും എല്ലാവരും എത്തുമായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്നാക്സൊക്കെ നമ്മൾ പ്ലേറ്റ് ചെയ്ത് വെക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നോമ്പുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നോമ്പ് തുറക്കണമല്ലോ ആ ടൈം ആകുമ്പോൾ തന്നെ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് തന്നെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം എല്ലാം സെറ്റ് ചെയ്യായിരുന്നു. എല്ലാവരും എത്തി തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നാലും നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയായി. പിന്നെ നമ്മളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് പിന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ ജ്യൂസും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. അപ്പോൾ എല്ലാവരും കൂടെ നോമ്പ് തുറക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു വൈബായിരുന്നു. കാരണം നമ്മൾ പല ഫീൽഡിൽ നിന്ന് വരുന്നവരാണ്, പല യൂട്യൂബേഴ്സാണ്, പല രീതിയിലുള്ള ചാനൽസും വീഡിയോസും ഇടുന്നവരാണ്. പക്ഷേ കുറേ പേര് തമ്മിൽ പരിചയമുണ്ട്, പുതിയ മെമ്പേഴ്സും ഉണ്ട്. അപ്പോൾ എല്ലാവരും തമ്മിൽ അങ്ങോട്ട് ഒരു നല്ലൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ. കാരണം നമ്മൾ ബഹ്റൈനിൽ ഒരുവിധം നമുക്കറിയാവുന്ന യൂട്യൂബേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ആ ഒരു ഗ്രൂപ്പായിട്ട് പിന്നെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെടുത്തലും. പുതിയ മെമ്പേഴ്സ് ഉണ്ട്, അവർക്ക് പല ആൾക്കാരെ അറിയില്ല. അപ്പോൾ അറിയാത്തവർ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ യൂട്യൂബിനെ പറ്റിയിട്ട്, നമ്മുടെ ഫാമിലി കാര്യങ്ങളും, നമ്മൾ വന്നിട്ട് ഇവിടെ ബഹ്റൈനിൽ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളും അതെല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ കുറേ പേരെന്നെ മീറ്റ് ചെയ്യാൻ പറ്റി, കുറേ നമുക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി. ഇനിയും പുതിയ മെമ്പേഴ്സിനെ ആഡ് ചെയ്യാനുള്ള കാര്യങ്ങളും, അതുപോലെ നമ്മുടെ ഗ്രൂപ്പിനെ എങ്ങനെ കുറച്ചും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാം, കുറച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്നതിനെ പറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ചർച്ച ചെയ്തു. പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് പരിചയപ്പെടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫാമിലീസും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ഒരു സൈഡിൽ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടേതായ ഒരു എൻജോയ്മെൻറ്റിലായിരുന്നു. പിന്നെ നമുക്ക് എല്ലാവരും അങ്ങോട്ട് സംസാരിച്ച് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നവർ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി നമ്മൾ കൊണ്ടുവന്നു. കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ ബാക്കി ചിലരൊക്കെ എന്തെങ്കിലുമൊക്കെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാവരും കുറേശ്ശെ കൊണ്ടുവന്നു. ശരിക്കും നോക്കിയപ്പോൾ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും കഴിച്ച് തീരുന്നുണ്ടായിരുന്നില്ല, അത്രയും ഫുഡായിരുന്നു കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ചതിലും ഗംഭീരമായിട്ട് നമ്മുടെ പരിപാടി നമുക്ക് നടത്താൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ബഹ്റൈൻ യൂട്യൂബേഴ്സിൻ്റെ ഫസ്റ്റത്തെ ഒരു മീറ്റപ്പ് അല്ലാതെ ഫസ്റ്റത്തെ ഒരു പ്രോഗ്രാമാണ്. ഈ നോമ്പ് തുറ നടത്തിയത് ഫസ്റ്റത്തെ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ആദ്യത്തെ പ്രോഗ്രാം ആയതിൻ്റെതായ ചില കുറവുകളും ചില ടൈമിംഗ് വ്യത്യാസങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിലും കൂടിയിട്ട് നല്ല രീതിയിൽ നമുക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ നന്നായിട്ട് എല്ലാവരും സഹകരിച്ച്, എല്ലാവരുടെ സഹകരണത്തോടു കൂടിയാണ് കേട്ടോ. എല്ലാവരും സഹകരിച്ച കാരണം കൊണ്ട് തന്നെ നല്ല അടിപൊളി പ്രോഗ്രാമാക്കി നമുക്ക് നടത്താൻ പറ്റി. ശരിക്കും എല്ലാവരും വന്നപ്പോൾ തന്നെ പരസ്പരം ആദ്യമായി കാണുന്നവരുണ്ടെങ്കിലും കൂടിയിട്ട് ആ ഒരു ഡിസ്റ്റൻസ് ഒന്നും നമുക്ക് തോന്നിയില്ല കേട്ടോ. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ശരിക്കും നമ്മൾ കുറേ എന്താ പറയുക, നമ്മുടെ ഫാമിലി, ഞാൻ പറഞ്ഞില്ലേ ഫാമിലി ഗെറ്റ് ടുഗദർ എങ്ങനെയുണ്ടാവും അതേ ഒരു ഫീൽ തന്നെ നമുക്ക് കിട്ടി. കുറേ നാളായിട്ട് നമ്മൾ നാട്ടിൽ പോയിട്ട് ഇപ്പോൾ കുറേ നാളായല്ലോ, പക്ഷെ നമ്മൾ നാട്ടിൽ പോയി നമ്മുടെ ഫാമിലീസ് എല്ലാവരും കൂടി കൂടുമ്പോൾ എങ്ങനെയുണ്ടാവും ആ ഒരു ഫീൽ അവിടെ കിട്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് ശരിക്കും ഒരു നാട്ടിൽ നമ്മൾ ഫാമിലീസ് കൂടിയ ഒരു ഫീൽ നമുക്ക് തോന്നാൻ പറ്റി കേട്ടോ. சமாவே பேச்சில் வந்து அரேஞ்ச் பண்ண நல்ல பேச்சா. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ ഇരുന്നിട്ട് ഒരു ഫോട്ടോ എടുത്തു. നമ്മൾ വന്ന എല്ലാവരും കൂടിയിട്ട് നമുക്കൊരു ഫുള്ളായിട്ടൊരു ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും അവിടെ സെറ്റായി ഇരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും നല്ലൊരു ഫീലായിരുന്നു. നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് ഒരു ഫോട്ടോ എടുക്കില്ലേ, ആ ഒരു മാതിരി ഫീലായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കൂടി ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം ഇത്രയേ ഉള്ളൂ. ഈ പ്രോഗ്രാം നന്നാക്കാൻ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അതുപോലെ അടുത്തൊരു പ്രോഗ്രാം ഞങ്ങൾ ഗംഭീര ഒരു പ്രോഗ്രാമായിട്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയും ടേക്ക് കെയർ, ബൈ ബൈ.